ഷാജഹാനിലേക്ക് പോകാം. ഷാജഹാൻ, മണ്ണ് നുള്ളിയിട്ടാൽ താഴാത്ത തരത്തിലുള്ള ജനങ്ങളെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി VS ഉണ്ടായിരുന്ന എല്ലായിടത്തും നമ്മൾ കാണുകയാണ്. തിരുവനന്തപുരത്തായിക്കോട്ടെ, വിലാപയാത്ര പോയ വഴികളിൽ ഓരോന്നിലും ആയിക്കോട്ടെ, രാവിലെ DC-യിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോഴിതാ ഈ മൈതാനത്തിന് കൊള്ളാൻ കഴിയാവുന്നതിലും താങ്ങാൻ കഴിയാവുന്നതിലും അധികം ആളുകൾ. പക്ഷെ എല്ലാവരെയും കാണിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നുവല്ലേ? നമുക്ക് VS-ന്റെ സ്വന്തം നാടാണ്. VS-ന്റെ സ്വന്തം നാടില് അദ്ദേഹത്തിന്റെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാൻ എല്ലാവരുമായിട്ടും അദ്ദേഹം വളരെ അടുത്ത ബന്ധമാണ്, വ്യക്തിബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ആത്മബന്ധമുള്ളവരാണ്. ഈ ജില്ലയുടെ ഓരോ മുക്കിലും മൂലയിലുമുള്ളവർ ഇവിടെ എത്തിയിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയ സഖാവിനെ അവസാനമായി ഒന്ന് കണ്ട് ഒരു മുദ്രാവാക്യം വിളിച്ച് കണ്ണുകളെ VS എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അവരെല്ലാവരും തന്നെ ഇവിടുന്ന് മടങ്ങി പോകുന്നത്. അത്തരം ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പുലർച്ചെ മുതൽ തന്നെ ഈ ആലപ്പുഴ ബീച്ചിനോട് ചേർന്നുള്ള ഈ താൽക്കാലിക പന്തലിന് സമീപം നീണ്ട നിര കാണാമായിരുന്നു. ആ സമയം അമ്പലപ്പുഴയിൽ പോലും VS-നെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനുശേഷമാണ് VS-ന്റെ വീട്ടിലും അതിനുശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിലും വെച്ചതിന് ശേഷം ഏതാണ്ട് ഒരു അരമണിക്കൂറിന് മുൻപാണ് ഈ താൽക്കാലിക പന്തൽ സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ പോലീസ് ഗ്രൗണ്ടിലേക്ക് എത്തിയത്. ഇപ്പോഴും അണമൊഴിയാതെ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ക്യാമറകളൊക്കെ തന്നെ വളരെ സജ്ജമാക്കിയിരുന്നെങ്കിലും ഇത്രയധികം ആളുകൾ ഒന്നായി എത്തിയപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന രത്നാകന്മാരുടെ അടക്കമുള്ള നിയന്ത്രണങ്ങൾ താളം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത്രത്തോളം ജനങ്ങളാണ് ഇവിടേക്ക് ഓരോ സെക്കൻഡിലും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ മഴ, ശക്തമായ മഴ രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിച്ചു. ഈ ശക്തമായ മഴ പൂർണ്ണമായിട്ടും നനഞ്ഞുകൊണ്ട് ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റല്ല, മണിക്കൂറുകൾ നീണ്ട മഴ നനഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും ഇതിനുള്ളിലേക്ക് എത്തുന്നത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ഇത്രയും സഹിച്ചുകൊണ്ട് ഒരാളെയും കാണാനായിട്ട് കാത്തുനിൽക്കാറില്ല. അതിനേക്കാൾ വലിയൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ആലപ്പുഴ ഈ പോലീസ് ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനെ ഉദ്ദേശിക്കുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കമുള്ളവർ പൂർണ്ണമായും നനഞ്ഞ നിലയിലാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, മണിക്കൂറുകൾ നീണ്ട മഴ നനഞ്ഞതിനു ശേഷമാണ് ഇവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അത്രത്തോളം സ്നേഹമാണ്, അത്രത്തോളം അവരുടെയൊക്കെ നെഞ്ചിലാണ് VS. അതുകൊണ്ട് തന്നെ VS-ന്റെ അവസാനമായിട്ട് ഒരു നോക്ക് കണ്ട് മടങ്ങുക എന്നുള്ളതാണ് ഇവരുടെ അവർ ആഗ്രഹിക്കുന്നത്. ആഗ്രഹം സബലീകരിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. തിങ്ങി നിറയുകയാണ് മൈതാനം നിറയെ ആളുകൾ. മൈതാനത്തിന് തൊട്ടടുത്തായി വലിയൊരു കടൽ അലയടിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ തിരമാലകളായി ജനം ഇതാ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. എല്ലാവരുടെയും ലക്ഷ്യം, ആഗ്രഹം ഒന്നു മാത്രമാണ്. അത് പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണണം എന്നുള്ളത് മാത്രമാണ്. സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, രാഷ്ട്രീയവാദികളെന്ന് നമ്മൾ വിലപിക്കുന്ന തലമുറ, അങ്ങനെ എത്രയെത്ര മനുഷ്യരെയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കേരളത്തിൻ്റെ തെരുവ് വീഥികളിൽ, കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ്റെ പോരാട്ട വീര്യം അതിൻ്റെ ഏറ്റവും പരിപൂർണതയിൽ തന്നെ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പോരാട്ടങ്ങൾ ഞങ്ങളിലൂടെ തുടരേണ്ടതുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ദിവസങ്ങളിലായി കേരളത്തിൻ്റെ എല്ലാ തെരുവോരങ്ങളിലും നമ്മൾ കണ്ടത്. വിലാപയാത്ര കടന്നു പോകുന്ന വാഹനത്തിന് പിന്നാലെ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ ഒക്കത്തേന്തിക്കൊണ്ട് സ്ത്രീകൾ പോലും ഓടുന്നത്, കിലോമീറ്ററുകളോളം ആ വാഹനത്തിന് പിന്നാലെ ഓടുന്നത്, നടക്കുന്നത്, വിലപിക്കുന്നത്, തേങ്ങിക്കരയുന്നത്, അലമുറയിടുന്നത് ഒക്കെയും നമുക്ക് കാണാമായിരുന്നു. അത്രമേൽ വലിയ സ്വാധീനം ഒരു ജനനായകൻ ഈ മനുഷ്യരുടെയൊക്കെ ഇടയിൽ ചെലുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 7 വർഷത്തോളമായി പൊതുപ്രവർത്തന ജീവിതത്തിൽ നിന്നും സജീവ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നൊരു മനുഷ്യൻ്റെ വിയോഗത്തിൽ ആളുകൾ ഇങ്ങനെ തേങ്ങലോടെ ഒഴുകിയെത്തുന്നു എന്ന് പറയുമ്പോൾ ജീവിച്ചിരുന്നതിൽ പൊതുപ്രവർത്തന കാലയളവിൽ എത്ര വലിയ സ്വാധീനം ആ വ്യക്തി, ആ മനുഷ്യൻ ഈ ജനങ്ങൾക്കും ഈ സമൂഹത്തിനുമിടയിലും ചെലുത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. VS താണ്ടിയ പോരാട്ട വഴികൾ അത് കനൽ വഴികളായിരുന്നു, തീച്ചൂളകളായിരുന്നു. പക്ഷേ എത്ര ലാഘവത്തോടെ അദ്ദേഹം അതിനെ മറികടന്ന് നടന്നു നീങ്ങി എന്നുള്ളിടത്തു കൂടിയാണ് ഒരു നാടിനെ തന്നെ ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതിൽ VS ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്ര വലിയ പങ്ക് വഹിച്ചു എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുക കൂടി ചെയ്യുന്നത്.